അത് ബീപ്പ് ഇടണം കേട്ടോ. നീ എത്ര ഡീറ്റെയിലായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അതേപോലെ തന്നെ അടിച്ചു വെക്കുവാണ്. ഗായ്സ്, നമ്മൾ മജീഷ്യന്റെ വണ്ടിക്ക് അലോയി ഇടാൻ വന്നതാണ്. നമ്മുടെ ഭരതണ്ണുണ്ട്, മജീഷ്യനുണ്ട്. ഈ അലോയി ഇടുന്നതിന് മുമ്പേ ഉള്ള ഒരു കോലമുണ്ട്. എന്താ, ഇതാണ് വണ്ടി. ഇതിലാണ് നമ്മൾ അലോയി ഇടാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഇത് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പോയി കൂളിംഗ് ഒക്കെ ഇപ്പൊ അടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് വണ്ടി അലോയി ഇടുന്നതിന് മുമ്പേ ഉള്ള വണ്ടിയുടെ ലുക്ക്. ഈ വണ്ടി നമ്മൾ അലോയി ഇടാൻ കയറ്റാൻ പോവാ. ബാക്കി നമുക്ക് അപ്പൊ കാണാം. നമ്മൾ ഇടാൻ പോകുന്ന അലോയി ആണ്. മജീഷാണ് ആദ്യം ഇടാൻ പ്ലാൻ ഇട്ടത്. പക്ഷെ അത് വണ്ടിക്ക് ഷൂട്ടാവാത്തത് കൊണ്ട് നമ്മൾ ആ അലോയി എടുക്കാൻ പോവാം. ഒരു കിളിക്കുഞ്ഞ് ഓൾട്ടോ, അടിപൊളി ഓൾട്ടോ കേട്ടോ. ഇത് കണ്ടാൽ ബ്ലാക്ക് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ബ്ലാക്ക് അല്ല. മജീഷാണ് അലോയി ഇടാൻ പോയില്ലേ? വണ്ടി കയറ്റാൻ പോവാ. നമ്മളെ വണ്ടിയുടെ അലോയി മാറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ആ കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ മജീഷിന്റെ മാറുന്നത്. എന്റെ അതേ അലോയാണ് നല്ല വാസ്തവം. എന്റെ അതേപോലത്തെ അലോയി തന്നെയാണ് അവൻ. അതേപോലെ തന്നെ അടിച്ചു വെക്കുവാണ്. നമുക്ക് നോക്കാം. വണ്ടി ഇട്ടിട്ട് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ അവസാനം വാർത്തോ കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. വണ്ടി കയറ്റാൻ പോവാ. ഞാൻ വണ്ടിയുടെ ഔട്ട്ലുക്ക് വണ്ടി കയറ്റാൻ പോവാ. അലോയി മാറാൻ പോവാണ്. അലോയി മാറാൻ വണ്ടി കയറ്റിട്ടുണ്ട്. മുട്ടായി ആൾട്ടോ അലോയി ഇട്ടുകൊണ്ടാണ് പോകുന്നത്. സിമ്പിൾ അലോയി നല്ല രസമാണ്. നല്ല രസമുണ്ട്. ടയർ കൊണ്ടുപോകുന്നു. 2 ടയറുണ്ട്, 2 എണ്ണം. വണ്ടി എയറിലായോ? ഈ അലോയി ഇടുവാന്നൊക്കെ പറയുന്നതേ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹം. ഓരോ ബോയ്സിന്റെ, അത് എല്ലാ ബോയ്സിനും ഉണ്ടെന്ന് അറിഞ്ഞൂടാ. പണ്ട് തൊട്ടുള്ള കാർ എടുക്കണം, അലോയി ഇടണം, ഐഫോൺ മേടിക്കണം. നമ്മൾ ഓരോന്നായിട്ട് ഇപ്പൊ കാർ എടുത്ത് അലോയി മേടിച്ച് ഐഫോൺ മേടിച്ച് ഇനി എന്ത് വേണ്ടേ? കിളിക്കുഞ്ഞു വണ്ടിയില് അല്ല ഡോറാൻ പോയിട്ടുണ്ട്. ഈ സൈഡിൽ ബോൾ ജോയിന്റ് പോയിട്ടുണ്ട്. അപ്പൊ ഡോറാൻ പോയതാ. ഇത് ബോൾ ജോയിന്റ് ആണ്. എന്റെ വണ്ടി റഫ്ലോഡ് കറക്റ്റ് സൗണ്ട് വരുന്നു പറഞ്ഞു. അതുകൊണ്ട് അലോയി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പണി കിട്ടി ഗൈസ്, പണി കിട്ടി. നമ്മൾ ആദ്യമായിട്ട് അലോയി ഒരു ചെറിയ പണി കിട്ടിയിട്ട് അത് മാറ്റാൻ പോവാ. നമ്മൾ ആദ്യം ഇട്ടത് 14 തോന്നുന്നു. 14. അപ്പം അത് ഒരു പണി കിട്ടി, അത് മാറ്റി. ഇപ്പം നമ്മൾ അടുത്ത അലോയി ഇവിടെ വന്നിട്ടാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഈ അടുത്ത അലോയി നമ്മൾ മാറ്റാൻ പോകും. നമ്മൾ അവസാനം അത് തന്നെ ഇടാൻ പോവാ. ഇത് ഒറ്റ മൈൻഡ്. ഇപ്പം ടെൻഷനാണ് ഗൈസ്, എല്ലാവർക്കും ടെൻഷൻ. നമ്മളങ്ങനെ അലോയി സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് കുറച്ച് ക്യാഷ് എടുക്കാൻ വേണ്ടി ATM പോയിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കുറച്ച് ക്യാഷ് എടുത്തിട്ട് വരാം അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? നീ ഇഷ്ടപ്പെട്ട് ഇച്ചിരി ഇറങ്ങി അത് ഇഷ്ടമാവും. എൻ്റെത് അതേപോലെ, നമ്മുടെ വണ്ടി അതേപോലെ കിടക്കണേ. അത് നോക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 13 ഇവിടെ 13 ഇട്ടിട്ട് വണ്ടിയോട് ചേർന്ന് നടക്കാം. നമുക്ക് അലോയി ഇടുമ്പോൾ ഒരു ചെറിയൊരു വേണ്ടേ? അത് അല്ലേ ഇച്ചിരി പൊതശം നിന്നാലല്ലേ അലോയി ഇട്ടെന്ന് കാണിക്കാൻ പറ്റൂ. ഇച്ചിരി പേടിയുണ്ടോ? MBD പിടിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ പറയണം. ഞാൻ പറയും ഇല്ലേ, കുഴപ്പമില്ല. ഇത് ലീഗലിയാ. ലീഗൽ മൈ റൂൾസ് മൈ ലൈഫ്. പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് പറ. എന്ത് പേടിയൊന്നുമില്ല. എന്നെ പിടിക്കാൻ ഞാൻ നേരെ ഭരത്തിന് വണ്ടി കാണിച്ചു കൊടുക്കും. എന്റെ അലോയ്ക്ക് മാത്രം എന്താ കുഴപ്പമില്ലാത്ത
അടുത്ത നിങ്ങളെ വീഡിയോ എടുക്കാൻ വരാൻ പറയും. എത്ര 5000 വെച്ച് 4 ടയർ അല്ലേ? നീ എത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇംഗ്ലീഷ് അത് ബീപ്പ് ഇടണം കേട്ടോ. ATM കാർഡ് നിങ്ങൾ ATM കാർഡ് കിട്ടിയാലല്ലേ? സേവിങ്സ് അല്ല ഒന്നുമല്ല. 10,000. മറ്റില്ലേ ഒരു 6 സെക്കൻഡ് 30 സെക്കൻഡ് കൊണ്ട് പൈസ എടുക്കാൻ പറയാ. 1 ലക്ഷം രൂപ എടുക്കാൻ പറ്റില്ല. 1 ലക്ഷം അടിച്ചാലൊന്നും വരത്തില്ല. അക്കൗണ്ടിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ വരും. ഇപ്പൊ തുടങ്ങിയത് നല്ലതാ. സ്വന്തമായിട്ട് ആക്കിയുടെ ഒരു വെയിറ്റ് ചെയ്യണം. ഒരു ഭയങ്കര മില്യണൊക്കെ വീട്ടിൽ ചുമ്മാ ക്യാമറ ഓണാക്കി നെഞ്ചെന്തെങ്കിലും അത് എഡിറ്റും ചെയ്യേണ്ടത്. എന്നോടാ നീ ഒന്ന് ഇനിയുണ്ട് 10,000 എടുക്കാൻ. 10,000 വഞ്ചരിച്ച കാര്യമായി. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ ആദ്യം പറയട്ടെ. 80 ബ്രോ അത് വേറെ പൈസ. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നതിന് അടിച്ചിട്ട് ലക്ഷം വരത്തില്ല. ഒന്നര ഇന്റർനാഷണൽ സേവിങ് ഞാൻ തരാൻ ഡേറ്റ് ഓഫ് ബർത്തിൽ പാസ്വേഡ് നാളെ എനിക്ക് സ്കാനർ കാണിക്കാം. അത് ഇട്ട് തന്നാ കേട്ടോ. നീ 2000 അത് മൊത്തം കഴിയണം. ഇതിപ്പോ ഞാൻ ആദ്യമേ 10,000 വെച്ച് 2 എടുത്തിട്ട് അവസാനം 5,000 എടുക്കുന്നത്. 4 ടയർ മാറാൻ ഇത്രയും പൈസയും കൊടുത്ത് 25 അക്കൗണ്ട് 25 ഇല്ല. നമ്മൾ പൈസ എടുത്തിട്ട് തിരിച്ചു വന്നു. ഈ ചേട്ടൻ നമ്മുടെ വണ്ടിയെല്ലാം അലോയ്ക്ക് സെറ്റ് ചെയ്ത് തന്നെ. ഗായ്സ്, അപ്പോൾ നമ്മുടെ അലോയുടെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. ആദ്യം നമ്മളൊരു അലോയ് ഇട്ടു, അത് മാറ്റി, പിന്നെ അടുത്ത അലോയ് സെറ്റ് ചെയ്ത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പുറകിൽ വരത്തുന്നുണ്ട്. എന്താ പറയാനുള്ളത്? അലോയ് കണ്ടു, ഇഷ്ടപ്പെട്ടോ? അല്ലെ, നല്ല രസമുണ്ട്. നമുക്ക് ഇട്ടതുപോലെ തന്നെ അത്യാവശ്യം ഇറങ്ങിപ്പോണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. നല്ല ലുക്കുണ്ട് വണ്ടി. വണ്ടി മൊത്തത്തിൽ മാറി. അലോയ് ഇടുമ്പോഴേ ഒരു ടോയ് കാറിന്റെ ഷേപ്പ് ആവും വണ്ടി. അങ്ങ് തുമ്പിയാണ് കയ്യിൽ. തുമ്പിയോ? തുമ്പി ഇങ്ങനെ കളിപ്പാട്ടക്കാർ കണക്ക്. അതിന് തുമ്പി എന്താ പറയാ? അത് ഞാൻ പറയുന്നത്. വണ്ടി ആകെ ഇറക്കി. കണ്ണാടി ഇല്ലാത്ത സ്റ്റീറിംഗ് കൂടെ തിരക്കിന് കാണുന്നത്. സൈഡ് മിറർ പെയിന്റ് അടിക്കാൻ കൊടുത്തിട്ട് ഇതിപ്പം ഫുള്ളും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളെടുത്ത പുതിയ അലോയ്. കണ്ടോ? ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ പഴയ ടയർ ഇതാ പോന്നു. നമ്മുടെ അലോയിടൽ പരിപാടി ഏകദേശം ശരിയായിട്ടുണ്ട്. ബാക്കി ടയർ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി പോകാൻ പോവാം. ഫൈനൽ ലുക്ക് ഇപ്പോൾ വെട്ടം കുറവാണ്. ലൈറ്റൊക്കെ പോയി, കറണ്ടൊക്കെ പോയി. നാളെ രാവിലെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വണ്ടി പുള്ളി ഓടിച്ചു നോക്കി എങ്ങനെ കിട്ടില്ല. പൈസ എല്ലാം കൊടുത്ത് നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ശരി, ബൈ. ടാറ്റാ. ബൈ. ഞാൻ അലോയ് കെട്ടിപ്പിടിച്ചായിരുന്നു ഉറങ്ങാല്ലേ?